ജേസൺ സ്റ്റാറ്റത്തിൻ്റെ ഏറ്റവും പുതിയ ആക്ഷൻ ത്രില്ലർ ചിത്രമാണ് ബീ കീപ്പർ. ഇത് തിയേറ്ററിൽ റിലീസ് ചെയ്ത സിനിമയാണ്, പക്ഷേ എനിക്കപ്പോൾ കാണാൻ സാധിച്ചിരുന്നില്ല. ഇപ്പോൾ ഇത് ഡിജിറ്റൽ അവൈലബിൾ ആണ്. സോ ഞാൻ കണ്ടപ്പോൾ എനിക്കിതൊരു ഒരു വട്ടം കാണാൻ പറ്റുന്ന ഒരു വൺ ടൈം വാച്ചബിൾ ആക്ഷൻ ഫ്ലിക്കായിട്ടാണ് തോന്നി. കാരണം അത്ര നല്ല സിനിമയല്ല, എന്നാൽ നന്നാക്കാൻ പറ്റുമായിരുന്ന ഒരുപാട് സാധനങ്ങൾ സിനിമയിലുണ്ട്. ഒരു റോഗ് അസാസിൻ അല്ലെങ്കിൽ അതേപോലെ ഒരു ജോൺ വിക്ക് ലെവൽ ക്യാരക്ടറാണ് ഇദ്ദേഹത്തിൻ്റെ. സോ അദ്ദേഹം ഒരു ബീ കീപ്പറായിട്ട് വർക്ക് ചെയ്തു. സോ ഉണ്ടാകുന്നൊരു ചെറിയ പുഷിൽ അദ്ദേഹം എങ്ങനെയാണ് ഒരു പഴയ ഒരു മോഡിലേക്ക് എത്തുന്നത്, എങ്ങനെയാണ് ഒരു ആക്ഷൻ റിവഞ്ച് നടത്തുന്നത് എന്നാണ് സിനിമ കാണിച്ചു പോകുന്നത്. സോ നമുക്ക് സ്ഥിരമായിട്ട് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന വളരെ ലെയ്മനായിട്ടുള്ള സ്റ്റോറി ലൈനൊക്കെ തന്നെയാണ്. പക്ഷേ ഒരു ജോൺ വിക്ക് ലെവൽ സെറ്റപ്പിലേക്ക് ഇതിൻ്റെ ആ ഒരു സിൻഡിക്കേറ്റ് അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു മൊത്തത്തിലുള്ളൊരു തീം, അവരുടെ ആ ഒരു സിസ്റ്റം, ഇതിനൊക്കെ തന്നെ സിനിമയിൽ കാണിക്കുന്നുണ്ട്. അതിലൊക്കെ തന്നെയും കുറേ പുതുമുള്ള സാധനങ്ങളുണ്ട്. പക്ഷേ അതിൻ്റെയൊക്കെ എക്സിക്യൂഷൻ കുറച്ചൊരു ലേസി റൈറ്റിംഗ് അവിടെയൊക്കെ ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഈ ഒരു ക്യാരക്ടറിന് വേണ്ട പ്രോപ്പർ പുഷോ ക്യാരക്ടർ ഡിസൈനോ ക്യാരക്ടർ ഡെവലപ്മെൻറ്റോ ഒന്നും തന്നെ ഇല്ല. ഇദ്ദേഹത്തിൻ്റെ ഒരു സ്വാഗ് മുഴുവനായിട്ട് ഇങ്ങനെ പോകുന്നുണ്ട്. പക്ഷേ ഒരു പഞ്ച് ഒരു ഗുമ്മുണ്ടല്ലോ, അത് നമുക്ക് കിട്ടില്ല. സോ ഇങ്ങനെ ഒരു കുഴപ്പമില്ലാതെ നമ്മളിങ്ങനെ ഫ്ലോയിൽ കണ്ടിരിക്കും. ആക്ഷൻ സീക്വൻസുകൾക്കും എല്ലാം ഒന്നും വലിയ രസമില്ല. 1-2 ആക്ഷൻ സീക്വൻസുകൾ അത് നല്ല അടിപൊളിയായിട്ട് ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് ഹാൻഡ് ടു ഹാൻഡ് കോമ്പാക്ട്സ്, ഈ ഗൺ ഫൈറ്റ് സീക്വൻസുകളൊക്കെ കുറച്ചും കൂടി സ്റ്റൈലിഷ്ടാണ്, എന്നാൽ കുറച്ചും കൂടി നന്നാക്കായിരുന്നു എന്നൊക്കെ പല സമയത്തും തോന്നുന്ന. കാരണം ഇതിൻ്റെ കമ്പാരിറ്റീവ്ലി ഇറങ്ങുന്ന നമുക്ക് ഇതുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് നല്ല സിനിമകൾ വേറെയൊക്കെ ഉണ്ട്. ഇദ്ദേഹത്തിന് തന്നെ വേറെ സിനിമകളൊക്കെ ഉണ്ട്. ഇപ്പോൾ പല സാധനങ്ങളും സ്ഥിരം നമ്മൾ കാണുന്ന ട്രാൻസ്പോർട്ടർ മുതലുള്ള പല സാധനങ്ങളും നമുക്ക് അതേപോലെ നമുക്ക് പിന്നെയും കാണും, പിന്നെ റിപ്പീറ്റ് അടിച്ച് നമുക്ക് തോന്നും. സോ അത്തരത്തിൽ കുറേ സാധനങ്ങൾ നമ്മളിങ്ങനെ കണ്ട് മടുത്തിട്ടുള്ള ഒരു ടിപ്പിക്കൽ ക്ലീഷേഡ് ആക്ഷൻ ഫ്ലിക്കാണ് ഈ ഒരു ബീ കീപ്പർ എന്ന സിനിമ. ബട്ട് ഇറ്റ് ഹാസ് എ ലോട്ട് ഓഫ് പൊട്ടൻഷ്യൽ, അതാണ് പറയാനുള്ളത്. ഒരു പക്ഷേ ഇനിയിപ്പോൾ സെക്കൻഡ് പാർട്ടൊക്കെ വരുന്നുണ്ടാവും, അതിലേക്കും കുറച്ചും കൂടി ഡെവലപ്പ് ചെയ്ത് ഈ ക്യാരക്ടറിനെ കൊണ്ടുപോയി. ഇപ്പോൾ ഇതിൻ്റെ എൻഡിങ് ഒക്കെ വളരെ ലെയ്മനായിട്ട് ഇങ്ങനെ ലേസി ആയിട്ട് എഴുതുന്ന പോലെ നമുക്ക് ചില നേരത്തൊക്കെ തോന്നും. വേണമെങ്കിൽ ഇതിൻ്റെ ആക്ഷൻ സീക്വൻസുകൾ കാണാൻ വേണ്ടിയിട്ട് ഒരു വട്ടം ഒന്ന് കണ്ടുപോക്കാൻ പറ്റുന്ന ഒരു വൺ ടൈം വാച്ചബിൾ ഫിക്ക് മാത്രമാണ് ഈ സിനിമ. ആവറേജ് എക്സ്പീരിയൻസ് മാത്രമാണ് എനിക്ക് ഈ സിനിമ സമ്മാനിച്ചത്. സോ ഈ സിനിമ കണ്ടവരുണ്ടെങ്കിൽ സിനിമ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി.